നോമ്പുകാലം റൗണ്ടിൽ വളരെ ഭക്തിസാന്ദ്രമായ ഒരു മൂഡിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടുവരാൻ പോവുകയാണ്. നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഷാൻവർ. അസ്സലാമു അലൈക്കും ഷാൻവാർക്ക. വലൈക്കും സ്ലാം. നോമ്പുകാലം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? മൻസൂർ കിള്ളിക്കോട് രചിച്ച പരിപാലകനവൻ എഴുതിയെന്ന പാട്ട്. 2 ലൈൻ പാടാമോ? പിന്നെ പാടാം. പരിപാലകനവനേകി പടപ്പിന് പരിപാവന റമളാൻ മാസം, പരിപൂർണതയിൽ നന്മകൾ പൂക്കും പരിമളമായി റമളാൻ മാസം. നല്ല പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഷാൻവർ, എല്ലാവരും ആ ഒരു നോമ്പിന്റെ മൂഡിലാണുള്ളത് അല്ലേ? അല്ലേ? ഇന്ന് ഏത് പാട്ടാ ഷാൻവർ പാടുന്നത്? മൻസൂർ കിള്ളിക്കോട് രചിച്ച പരിപാലകനവനേകി. അപ്പോൾ പ്രാർത്ഥനയുടെ, സമാധാനത്തിന്റെ, ഒരുമയുടെ അല്ലേ ഒരു സമയം, ഒരു നോമ്പുകാലം എല്ലാ പ്രേക്ഷകർക്കുമായിട്ട് നമുക്ക് സമർപ്പിക്കാം ഷാൻവറിന്റെ ഈ പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പരിപാലകനവനേകി പടപ്പിന് പരിപാവന റമളാൻ മാസം, പരിപൂർണതയിൽ നന്മകൾ പൂക്കും പരിമളമായി റമളാൻ മാസം. 1000 മാസത്തിന്റെ പവിത്രതയേറുമൊരേയൊരു രാവിന് ആ തിരുരാവാം ലൈലത്തുൽ ഖദറും റമളാൻ മാസത്തിൽ നിന്ന്. ഷഹർ നിആമില്ലാ സുമ്മ ഷഹറുൻ വഫവില്ലാ, ഷഹർ നിആമില്ലാ സുമ്മ ഷഹറുൻ വഫവില്ലാ, സുമ്മ ഷഹറുൻ വഫവില്ലാ, സുമ്മ ഷഹറുൻ വഫവില്ലാ. പരിപാലകനവനേകി പടപ്പിന് പരിപാവന റമളാൻ മാസം, പരിപൂർണതയിൽ നന്മകൾ പൂക്കും പരിമളമായി റമളാൻ മാസം. മുസൽമാൻ വ്രതശുദ്ധിയിലായി ഐക ചിന്ത വെടിഞ്ഞിടുമേ. ലോകം പോറ്റും മഹതായവനിൽ ആകെ സമർപ്പിതരായിടുമേ. ലോക മുസൽമാൻ വ്രതശുദ്ധിയിലായി ഐക ചിന്ത വെടിഞ്ഞിടുമേ. ലോകം പോറ്റും മഹതായവനിൽ ആകെ സമർപ്പിതരായിടുമേ. തസ്ബീഹും തഹ്ലീലും സ്വലാത്തും ഖുർആനോത്തും കൂടിടുമേ. ഒത്തൊരുമിച്ച് നടത്തിടുമേ. ഷഹ്റുൻ നിആമില്ലാ സുമ്മ ഷഹ്റുൻ വഫവില്ലാ, ഷഹ്റുൻ നിആമില്ലാ സുമ്മ ഷഹ്റുൻ വഫവില്ലാ, സുമ്മ ഷഹ്റുൻ വഫവില്ലാ, സുമ്മ ഷഹ്റുൻ വഫവില്ലാ. പരിപാലകനവനേകി പടപ്പിന് പരിപാവന റമളാൻ മാസം, പരിപൂർണതയിൽ നന്മകൾ പൂക്കും പരിമളമായി റമളാൻ മാസം.
ബ്യൂട്ടിഫുൾ റെൻഡറിങ് ഷാൻവർ. ഒരു ശരിക്കും ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് ഒരു ടോട്ടൽ നമ്മുടെ സെറ്റിൻ്റെ ആംബിയൻസും ഒക്കെ കൂടെ ആയപ്പം ഷാൻവറിൻ്റെ പാട്ടും എല്ലാം കൂടി ചേർന്നൊരു ചന്ദനത്തിരിയുടെ ഗന്ധം, ചന്ദനത്തിരിയുടെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് മനസ്സിൽ നിന്ന് അറിയാതെ വരുന്നു. അതുപോലെ നോമ്പ് തുറന്നിരിക്കുന്ന ഒരു സമയത്താണല്ലോ അല്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ പാട്ടെത്തുന്നത്. എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. നിന്റെ ഓർക്കസ്ട്ര ചെയ്തിട്ട് കമറുക്ക ടീംസാണ് ചെയ്തത്. അപ്പോൾ കമറുക്ക ആൻഡ് ടീമിന് ഒരു സ്പെഷ്യൽ അപ്ലോസ് നമുക്ക് കൊടുക്കാം. ശരിക്കും ഈ ഒരു നോമ്പ് തുറന്നിരിക്കുന്ന സമയത്ത് ഷെഹറുൽ റംദാൻ മാസം അല്ലെ, വിശുദ്ധമായ റംസാൻ മാസത്തിനെ പറ്റിയുള്ള ഒരു പാട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായം വലിയ പ്രസക്തമൊന്നുമില്ല, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാനിങ്ങനെ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ജഡ്ജസിനോട് ചോദിക്കണം അല്ലേ? ചോദിക്കാം. ആദ്യം സജില. വളരെ അസലായിരുന്നു കേട്ടോ. താങ്ക് യു എൻജോയ്ഡ് യുവർ സെൽഫ്, അതാണ് ഇവിടെ കണ്ടത്. നന്നായി പാടി മോനെ. പലപ്പോഴും ഓരോ കുട്ടികളും അവിടെ പോയി പാടുമ്പോഴും ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആവുകയാണ് കേട്ടോ. കാരണം എങ്ങനെയാണ് ഇത്ര എഫേർട്ട് എടുത്തിട്ട് എല്ലാ കുട്ടികളും പാടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പല കുട്ടികളും അവിടുന്ന് പാടുമ്പോഴേ നല്ലൊരു കാര്യം മോനെ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് മോനെ. ട്യൂണിംഗ് ഒക്കെ ചില സ്ഥലങ്ങളിൽ ട്യൂണിംഗ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആവാനുണ്ട് കേട്ടോ. പിന്നെ സ്ക്രാച്ച് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതെന്തുകൊണ്ടാണ് വരുന്നത്? വോയിസ് ട്രെയിൻ ഉണ്ടാകുമ്പോഴേ. വോയിസ് ട്രെയിൻ എങ്ങനെയാ വരിക? കുറേ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കൊഴിയുമ്പോൾ. എനിക്ക് തോന്നുന്ന മോനെ സംസാരിക്കുന്നുണ്ട്. അതെല്ലാ കുട്ടികളും ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ പ്ലീസ്. കാരണം കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പോൾ ഒന്ന് കുറച്ചുകൂടെ വൃത്തി തോന്നുമല്ലോ. സ്ക്രാച്ച് ഒന്നും വന്നിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ വൃത്തി തോന്നും. അതിനു വേണ്ടി പറയാണ്. എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ചെറിയ ചെറിയ രസമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മോനെ. ഗുഡ്. താങ്ക് യു ഫിറോസ്ക. അശാര നിൽക്കുന്നടാ, എന്താ ഭംഗി കാണാൻ. വെള്ള ഷൂ, മൊത്തം വെള്ള അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. താങ്ക് യു. ഭംഗിയായിട്ട് പാടുകയും ചെയ്തു, മനോഹരമായിട്ട് പാടി. മോന് സജില പറഞ്ഞ പോലെ ആ സ്ക്രാച്ചസ് ഒന്ന് ഒഴിവായി പോയാൽ അതിന് മോൻ റെസ്റ്റ് കൊടുക്കണം. നമുക്ക് ഭയങ്കര കഴിവുള്ള കുട്ടിയാ, ഹൈലി ടാലൻറ്റഡ് ആണ് കേട്ടോ, ഭയങ്കര ടാലൻ്റ് ഉള്ള കുട്ടിയാണ്. അപ്പോൾ നല്ല റെസ്റ്റ് കൊടുക്കണം തൊണ്ടയ്ക്ക്. ഇപ്പോഴേ ഒരു പ്രൊഫഷണൽ സിംഗറാ. നോമ്പെടുക്കാറുണ്ടോ? 6:30 മണിയൊന്നും ആയി കിട്ടാൻ ഇങ്ങനെ ഉമ്മയോട് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കൂലേ. എന്താ ഇത് വാച്ച് നടക്കാത്തത് എന്നൊക്കെ ചോദിക്കോ? അങ്ങനെ ചോദിക്കോ? പെരയിലിരുന്ന് ബാങ്ക് കൊടുക്കും. പുരയിലിരുന്നിട്ട് ഒറ്റയ്ക്ക് ബാങ്ക് കൊടുത്തിട്ട് 5 മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കുമോ? പുരയിലിരുന്ന് ബാങ്ക് കൊടുക്കുന്നു ഒറ്റയ്ക്കോ? എത്ര മണിക്ക്? 4:30ക്കോ? വിശക്കുമ്പോ സ്വന്തം ബാങ്ക് കൊടുക്കോ? പടച്ച റബ്ബേ, വിശക്കുമ്പോ സ്വന്തം അങ്ങോട്ട് ബാങ്ക് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കേ? ഭക്ഷണം കഴിക്കില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ 49 വയസ്സിനിടയിൽ ഇങ്ങനെ ഒരു നോമ്പ്. അത് നല്ല അറിവ് തന്നെ എനിക്ക്. ഓക്കെ. അപ്പോൾ എന്നിട്ട് തറാവിക്ക് പോവും അല്ലേ? തറാവി കഴിഞ്ഞ് വന്നാൽ കുറച്ച് പഠിക്കും അല്ലേ? ഇതാണ് ഒരു ദിവസം കഴിഞ്ഞു. ഇപ്പൊ റംസാൻ്റെ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു നമ്മുടെ കൃത്യമായിട്ട് അല്ലേ? അപ്പോൾ നല്ല കുട്ടിയായിട്ട് അതൊരു ചിട്ടയാണ് കേട്ടോ, പാലിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ വ്രതം എന്ന് പറയുന്നത് മോൻ ഇപ്പോഴേ മനസ്സിലാക്കി തുടങ്ങേണ്ടത് മറ്റുള്ളവരുടെ വിശപ്പറിയാൻ നമ്മൾ എടുക്കുന്നതാണ്. നമ്മൾ പട്ടിണി കിടക്കുകയാണ്. ആ പട്ടിണി എടുക്കുന്നത് വെറുതെ അല്ല അല്ലേ? അപ്പോൾ അതൊരു ഒരു കൃത്യതയുണ്ട് അതിൽ, ആ കാര്യങ്ങളിൽ. അതിപ്പോഴേ മനസ്സിലാക്കി തുടങ്ങുക. നല്ല പാട്ടുകാരനാവുക, നല്ല ഒരു ഹ്യൂമൻ ബീയിങ്ങും ആവുക കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഷബ്നം. അടിച്ചു പൊളിച്ചു പാടി. താങ്ക് യു. മോൻ്റെ എന്തൊരു പ്രൊനൗൺസിയേഷനാണെന്നറിയോ? സാധാരണ ഞാനിവിടെ കുട്ടികൾക്കൊക്കെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം എന്ന് പറയും, പക്ഷേ കറക്റ്റ് പ്രൊനൗൺസിയേഷനാണ് മോൻ്റെത്. അതിന് ഒരു കയ്യടി കൊടുത്തേ പറ്റും. പ്രൊനൗൺസിയേഷൻ മാത്രമല്ല മോനെ, എൻഡ് നോട്ട് സസ്റ്റെയിനിങ്, അതും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കറക്റ്റാണ്. ആ കറക്റ്റായിട്ട് എവിടെ നിർത്തണം, എത്ര നീട്ടണം, അതൊക്കെ മോൻ കറക്റ്റായിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിർത്തി. നല്ല രസമുണ്ടായിരുന്നു മോനെ കേൾക്കാനായിട്ട്. പിന്നെ എനിക്ക് സ്ക്രാച്ചസ് ഉണ്ട് എങ്കിലും വേറൊരു കാര്യം കൂടെ, കുറച്ചും കൂടെ മോഡുലേഷനും കൂടെ കൊടുക്കാമെങ്കിൽ ഒരു പെർഫെക്റ്റ് സിംഗിങ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. കുറച്ചും കൂടെ ഒന്ന് ഒഴുക്കിൽ പാടാൻ ശ്രമിക്കണം. അതും കൂടെ ആകുമ്പോൾ പെർഫെക്റ്റ് സിംഗർ ആവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. ഷാൻവർ, നമുക്കിനി മാർക്ക് ചോദിക്കാം അല്ലേ? ചോദിക്കട്ടെ. അപ്പോൾ നമുക്ക് ഫിറോസ്കയും തുടങ്ങാം. ഓൺ 40. 39.5. വളരെ നല്ല മാർക്ക് ഷാൻവറിന് ഫിറോസ്ക തന്നിട്ടുണ്ട്. ഇത് നമുക്ക് 2 ഇത്തമാരോട് ചോദിക്കാം അല്ലേ? സജില ഓൺ 30. 29. താങ്ക് യു. ഇനി ഷബ്നം. 29.
29. സോ ടോട്ടൽ മാർക്സ് 97 ആരാ 97.5 മാർക്സ് ആണ് ഷാൻവറിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഷാൻവർ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. കുറച്ചുകൂടി കിട്ടാമായിരുന്നു അല്ലേ? ഇല്ല, അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഷാൻവർ, അപ്പം എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇനി സ്വന്തമായിട്ട് ബാങ്ക് വിളിച്ചൊന്നും നോമ്പ് തുറക്കണ്ട. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മോനു. താങ്ക് യു.